രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി സർക്കാരിന് അതിനനുസരിച്ച് നിലപാടെടുക്കട്ടെ. ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. ഇപ്പോൾ ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. ഇത്രയും നേരം അതെ, പരാതി കൊടുത്തു, ഗവൺമെൻറ് അന്വേഷിച്ചോട്ടെ. ആരെങ്കിലും പറഞ്ഞോ പരാതി കൊടുക്കണ്ടാന്ന്? പരാതി കൊടുത്ത സ്ഥിതിക്ക് ഇനി അന്വേഷിച്ച് നടപടി എടുക്കട്ടെ. അതിനെക്കുറിച്ച് ഇപ്പം തീരുമാനിക്കേണ്ട, തുടർ നടപടി. കാരണം MLA സ്ഥാനം രാജിവെക്കാത്ത ചിലരൊക്കെ അസംബ്ലിയിലുണ്ട്. അതുകൊണ്ട് MLA സ്ഥാനം രാജിയല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഈ കാര്യം തീരുമാനിക്കാനുള്ളൂ. ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ്. കൂടുതൽ കടുത്ത നടപടികളുണ്ടായാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി അപ്പോൾ തീരുമാനിക്കും. അല്ല, ഇങ്ങനെ ഒരു പരാതി ഇല്ലാതിരുന്നപ്പോൾ തന്നെ പാർട്ടി അങ്ങനെ ഒരു നടപടി എടുത്തു. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് തുടർ നടപടികൾ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കും. തുടർ നടപടി വരട്ടെ. ഒറ്റ കാര്യം കൂടി, അല്ല, അത് പാർട്ടി ആലോചിച്ചാണ് തീരുമാനിക്കാൻ. അത് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല. ഇത് ഒരു ആശയക്കുഴപ്പമില്ല. KPCC അന്ന് വരെ സ്റ്റാൻഡാണ്. അല്ല, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ. ആരും പറയാണ്ട് തന്നെ മാറേണ്ടി വരുമല്ലോ. ഞാൻ പറയാം, പാർട്ടിയുടെ പരമാധികാരി KPCC പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ആ നിലപാട് അന്നും ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. പുറത്താക്കി അന്ന് മുതൽ രാഹുലിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. പക്ഷേ ഇനി കൂടുതൽ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് പാർട്ടിക്ക് എടുക്കേണ്ടി വരും.